കോഴിക്കോട് ബാലുശ്ശേരിയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. 70കാരനായ അശോകിനെയാണ് മകൻ സുധീഷ് വെട്ടിക്കൊന്നത്. സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. മദ്യലഹരിയിലാണോ മകൻ അച്ഛനെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്? വിശദാംശങ്ങൾ. ഹരിത, വളരെ ദയനീയമായൊരു വാർത്ത തന്നെയാണ് നമുക്ക് നൽകേണ്ടി വരുന്നത്. ഈ രാത്രിയിൽ ബാലുശ്ശേരി പനായിലാണ് മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 71കാരനായിട്ടുള്ള ചാണോർ അശോകനാണ് മകന്റെ വെട്ടേറ്റ് മരിച്ചത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ പ്രതി എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ പ്രായം കൂടിയതായി തോന്നുന്നയാളാണ് മകൻ. ഈ പ്രതി മനോരോഗിയാണെന്നും ലഹരിക്ക് അടിമയാണെന്നും നാട്ടുകാരും പോലീസും പറയുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. കൊല നടത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ പ്രതി ആയിട്ടുള്ള സുധീഷ് മകൻ ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയായിട്ടും വീട്ടിൽ ലൈറ്റ് ഇട്ട് കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് അശോകനെ വെട്ടേറ്റ നിലയിൽ കാണപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഈ അശോകന്റെ ഭാര്യ, അതായത് ഈ പ്രതിയുടെ അമ്മ, ഒപ്പം തന്നെ കൊല്ലപ്പെട്ട അശോകന്റെ ഭാര്യ 10 വർഷം മുൻപ് കൊല ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ഇവരുടെ മൂത്ത മകനാണ് അശോകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ആ മൂത്ത മകൻ സ്വയം ജീവനൊടുക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മറ്റൊരു മകന്റെ കൈകൊണ്ട് അശോകനും കൊല്ലപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും ലഹരിക്കടിമകളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് 10 വർഷം മുൻപ് അശോകന്റെ ഭാര്യയെ കൊന്ന മൂത്ത മകനും ഇപ്പോൾ അശോകനെ കൊന്ന മകനും ലഹരിക്ക് അടിമകളായിരുന്നു, മനോരോഗികളായിരുന്നു എന്ന് നാട്ടുകാരും പോലീസും പറയുന്നുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അങ്ങേയറ്റം ദാരുണമായ ഒരു മരണമാണ്, കൊലപാതകമാണ് ഈ രാത്രിയിൽ വരുന്നത്. ഹരിത. ശരി, റിയാസ് KM ആണ് വിശദാംശങ്ങൾ നൽകിയത്.